ഹൗസിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ അനുമോളോട് ശത്രുത പ്രഖ്യാപിച്ചിരിക്കുന്നത് നിവിൻ, അതുപോലെ തന്നെ അക്ബർ. പിന്നെ എല്ലാവരും പരസ്യമായിട്ട് പറയുന്നില്ല, മാറി 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 നിന്ന് അനുമോളെ കേൾക്കാതെ കുറ്റം പറയുന്നുണ്ടെങ്കിലും നിവിൻ്റെയും ജിസേലിൻ്റെയും അതുപോലെ തന്നെ അക്ബറുമൊക്കെ എങ്ങനെയെങ്കിലും അനുമോളെ ഹൗസിൽ നിന്ന് ഇറക്കണം, തുരത്തി ഓടിക്കണം. കുറച്ച് നേരം മുമ്പേ നിവിൻ പറഞ്ഞു കഴിഞ്ഞു, ഒന്നിയിൽ അവൾ ഒന്നിയിൽ ഞാൻ, അവളെ ഞാൻ ഇവിടുന്ന് ഇറക്കും, അവളെ ഞാൻ ഇവിടുന്ന് അടിച്ചു പറത്തും, ഈ ഹൗസിൽ അവൾ നിൽക്കാൻ യോഗ്യതയുള്ളവളല്ല. ഇതൊക്കെയാണ് നിവിൻ്റെ പക്ഷം. അപ്പം ഇതിൻ്റെ ഒരു കാരണമെന്ന് എനിക്ക് തോന്നിയ കാര്യം, ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഈ ഒരു രംഗങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ നടക്കുന്ന രംഗങ്ങളാണ്. ഇതൊന്നും നമ്മുടെ ഈ ക്ലിപ്പിങ്സ് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ നമുക്കത് എടുത്തിടാനും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു ഷോയെ കൊണ്ടെത്തിക്കാനും അത് പറയാനുമുള്ള ഒരു ലജ്ജ, അതുകൊണ്ടാണ് ഇത് പറയാതിരുന്നത്. പക്ഷേ കാണിക്കാമെങ്കിൽ വീണ്ടും വീണ്ടും തുടരെ തുടരെ ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ നമുക്കും പറയാം. ഈ ജിസേൽ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ സ്ഥിരമായിട്ട് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള പേക്കൂത്തുകൾ കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിനൊന്നും അനുമോളെ ഇവർക്ക് കിട്ടുന്നില്ല. നിവിനായാലും മറ്റുള്ള ആണുങ്ങൾക്കായാലും അനുമോളെ ഇങ്ങനെയുള്ള കേളി ലീലകൾ ആടാൻ കിട്ടാത്തത് കൊണ്ടിൻ്റെ വൈക്ലഭ്യം കൊണ്ടാണ് ഇവന്മാരിങ്ങനെ പറയുന്നത്. ജിസേലിൻ്റെ പാവാട വള്ളികൾ എന്ന് നമ്മളെല്ലാം ഒരുപാട് യൂട്യൂബേഴ്സ് പറയുന്നുണ്ട്. അവിടുത്തെ ആണുങ്ങളെ ജിസേലിൻ്റെ പാവാട വള്ളികളാണ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ ഇതാണ്. ജിസേലിൻ്റെ പുറത്ത് കയറി കിടക്കാനും ജിസേലിന് ഇതേപോലെ, കാരണം അവരെ സംബന്ധിച്ച് ജിസേൽ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അവർ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ നേച്ചർ അങ്ങനെയായിരിക്കും, അവർക്കിതൊന്നും പ്രശ്നമില്ല. എല്ലാവരും തട്ടി കിടക്കുക, ആര് പിടിച്ചാലും പ്രശ്നമില്ല, അദ്ദേഹത്തിന് കണ്ടില്ലേ ഇത് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി നിവിൻ അനുമോളയുടെ അടുത്ത് എന്ന് കിടന്നപ്പോൾ അനുമോൾ പറഞ്ഞു കഴിഞ്ഞു, ശൈത്യയും അനുമോളും കൂടി രാത്രി കിടക്കുന്ന സമയത്ത് നിവിൻ രാത്രി പതുങ്ങി ഇവരുടെ മധ്യത്തിൽ പോയി കിടന്നപ്പോൾ അനുമോൾ പറഞ്ഞു, എനിക്കതിഷ്ടമല്ല, മേലിൽ അങ്ങനെ കിടക്കാൻ പാടില്ല. ഈ പറഞ്ഞതിൻ്റെ റീസണാണ് നിവിന് അനുമോളോടുള്ള വൈരാഗ്യം. അപ്പോൾ അതുകൊണ്ടാണ് അനുമോൾ ചെയ്താലും അനുമോളെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അതിന് കൂട്ട നിൽക്കുന്ന അക്ബർ. കാരണം അക്ബറിനെ ഓൾറെഡി അനുമോൾ പറഞ്ഞു കഴിഞ്ഞു, അക്ബറിൻ്റെ നോട്ടം ശരിയല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ വാഴകളെല്ലാം ഈ ദവന്മാരല്ല, ഈ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെല്ലാം മൊണ്ണകളാണ്. അത് നമ്മൾ ഇവിടുന്ന് പ്രേക്ഷകർ പറയുന്ന കാര്യമാണ്. ഈ ജിസേലിൻ്റെ വാലിൽ തൂങ്ങി ജിസേലിൻ്റെ മടി തലവെച്ച് അല്ലെങ്കിൽ ജിസേലിൻ്റെ മടിയിലോട്ട് കാലും എടുത്ത് വെച്ച് കിടക്കുന്നവന്മാർ പിന്നെ മൊണ്ണകളല്ലാതെ പിന്നെ ഇവനെയൊക്കെ എന്തോ വിളിക്കേണ്ടത്. അപ്പോൾ ഇവനെയൊക്കെ മൊണ്ണകളെന്ന് വിളിച്ച അനുമോളിന് തന്നെയാണ് 100% മാർക്ക്. അപ്പോൾ ഇത് വിളിച്ചത് കാരണമാണ് ഇവന്മാരെങ്ങനെയെങ്കിലും അനുമോളെ പിടിച്ച് അടിച്ച് പുറത്താക്കണം. അനുമോളെ എന്ന് പറഞ്ഞാൽ വളരെ മെൻ്റലി വീക്കാക്കുക. അതിന് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ് ഇവർ ആസൂത്രണം ചെയ്ത് വെച്ചിരിക്കുന്നത്. ആര്യനുമായിട്ട് ചേർന്ന് അത് ആര്യനും ജിസേലുമായിട്ട് പലപ്പോഴും രഹസ്യങ്ങൾ കൈമാറുന്നത് ബിഗ് ബോസ് തന്നെ നമ്മളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രഹസ്യങ്ങൾ എന്താണ്, അനുമോൾ അടുപ്പിക്കുന്നില്ലല്ലോ. അപ്പോൾ അനുമോളെ ഇതേ കണക്ക് മറ്റുള്ളവരെടുത്ത് ഒരു രാവിലെ ഒരു ഷർട്ട് തേച്ചിട്ടിട്ട് വന്ന് പറയുവാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല, പിന്നെ ഞാൻ വേറൊരാളിന് വേണ്ടിയിട്ട് വേറൊരാൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ ഷർട്ട് ഇടുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ അനുമോളെടുത്ത് വന്ന് സംസാരിക്കുന്ന അനുമോൾ പറഞ്ഞു, നീ പോടാ. അപ്പം ഇവൻ എന്തോ കോമഡി കാണിച്ചപ്പോൾ അവൾ ചെറുതായിട്ട് നീ പലതും കാണിക്കുന്നു പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പരിഹസിച്ച്. പക്ഷേ അത് പുറത്തു നിന്ന് ആൾക്കാരിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അപ്പം അങ്ങനെ ആക്കി തീർത്ത് പ്രേക്ഷകരെ മുന്നിലേക്ക് അനുമോളിൻ്റെ സ്വഭാവം മോശമാണ്, ഇത്രയും വയസ്സിന് ഇളയുള്ള ചെറുക്കനുമായിട്ട് ലവ് ട്രാക്ക് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരവസ്ഥയിലേക്ക് അനുമോളെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമ ഇവരെല്ലാവരും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഇതിൽ നിന്ന് ഈ ലൈവ് ഫുള്ള് കാണുന്ന, ഈ ലൈവ് മുഴുവൻ ഇരുന്ന് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, കാരണം ഞാനിപ്പം ഓഫീസിലൊന്നും പോകണില്ല, ഞാൻ കറക്റ്റായിട്ട് ലൈവ് കാണുവാണ്. ഞാൻ ഷൂട്ട് ഉണ്ടായതുകൊണ്ട് അപ്പം ഞാൻ റിഹേഴ്സലിനും ഷൂട്ടിനും പോകുന്ന സമയത്ത് ആ ഒരു സമയം മാത്രമാണ് കാണാതിരിക്കുന്നത്. പിന്നെ അതുമല്ല ലൈവ് ഞാൻ ബാക്ക് അടിച്ച് കാണും. അഥവാ കാണാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ പോയിട്ട് ബാക്ക് ഫുള്ള് കാണും. ഞാൻ ഫോണിലും 3 ഡിവൈസിൽ വെച്ചിരിക്കുന്നുണ്ട്, ഫോണിലും കാണും. അപ്പം ഞാൻ ഫുള്ള് ലൈവ് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നിയ കാര്യമാണ് ഇത്. ഈ ഒരു സംഭവം ആര്യനുമായിട്ട് അനുമോൾക്ക് ഇങ്ങനെ ഒരു ട്രാക്ക് ഉണ്ട് എന്നുള്ള ഒരു ഡ്രാമ അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അനുമോളുടെ സ്വഭാവം മോശമാണ് എന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്തോ ഒരു വിവരദോഷികളെന്ന് എനിക്കിതിന് പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് അവരുടെ ഡ്രാമ. അപ്പം ജിസേൽ എന്ന് പറയുന്ന വ്യക്തി ഈ സകലമാന ആണുങ്ങളുടെ കൂടെയും ഇങ്ങനെ ഉള്ള ഒരു ചുറ്റിക്കളി, അല്ലെങ്കിൽ ഇതേ കണക്ക് ഇനി അപ്പുറത്തേക്ക് വാക്കുകൾ നിങ്ങൾ പറഞ്ഞു, എനിക്കത് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഖം കാണിക്കുക എന്ന് പറഞ്ഞാൽ, കാരണം എനിക്കിത് സ്ക്രീനിൻ്റെ ഇടയ്ക്ക് കാണിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഞാനിപ്പം
അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഞാനിത് വോയിസ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങളിത് വ്യക്തമായിട്ട് കണ്ടിട്ട് നിങ്ങൾ ഇതിനെന്താണ് പേര് വിളിക്കുന്നതെന്ന് പറയുക. അപ്പോൾ എന്നിട്ട് ഇവരെല്ലാവരുടെയും പ്ലാൻ ചെയ്ത് എങ്ങനെയെങ്കിലും അനുമോളെ അടിച്ചു പുറത്താക്കണം. അതിന് കൂട്ടു നിൽക്കുന്നവരാണ് ഹൗസിലെ 80% ആൾക്കാരും. അതിനകത്ത് കൂട്ടു നിൽക്കാത്ത ഒരേ ഒരാൾ എനിക്ക് തോന്നിയത് അനീഷ് മാത്രമാണ്. അനീഷ് മാത്രം ഇതിന് കൂട്ടു നിൽക്കുന്നത്. ആദിൽ ഇതിനകത്ത് അത്ര കൂട്ടു നിൽക്കുന്നുണ്ടാവില്ല. പക്ഷേ നൂറ ഇവരുടെ കൂട്ടായാണ്. പിന്നെ ആദിലെ പറഞ്ഞ് മനസ്സിലാക്കാൻ നൂറ അവരുടെ കൂടെ ചേർക്കാൻ വേണ്ടി നൂറ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. നൂറയെ അതിലെയും അവർ കപ്പിൾസ് അല്ലേ, അപ്പം നൂറയെ ഒരുപാട് അങ്ങ് മറികടക്കാൻ അതിലേക്ക് പറ്റില്ല. പക്ഷേ എന്നാലും അതിലെ കുറച്ചും കൂടി സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അനീഷ് മാത്രം ഇതിൻ്റെ വലയിലൊന്നും വീഴുന്നില്ല. അനീഷ് ഒന്നും പറയുന്നില്ല എങ്കിലും അനീഷ് ഇവരുടെ വലയിൽ വീഴാതെ മാറി തന്നെ നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും മൊണ്ണകൾ തന്നെയാണ്. ജിസേലിൻ്റെ പാവാട വള്ളിയിൽ തൂങ്ങുന്ന വെറും മൊണ്ണകൾ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റും. ഇനി അനീഷ് അതിനകത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ അനീഷിൻ്റെ ഭാവി അത് തന്നെ അവസ്ഥ. അപ്പോൾ ഇതാണ് ഗൈസ്. അപ്പം ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ രാവിലെ തന്നെ പറഞ്ഞാണ്, കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം അനുമോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ ആരെങ്കിലും ആ പാതകത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്നൊന്ന് നോക്കുക ഗൈസ്. ഒരാൾ പോലും ആ പാതകത്തിന്, അവർ ജോലി ചെയ്യുന്നവർ അവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നിന്ന് ചെയ്യാൻ പറ്റുന്നു. ഇതെന്തുകൊണ്ടാണ് അനുമോൾ നിൽക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി തള്ളിക്കയറി ഇത്രയും വലിയ വഴക്കിന് ചെല്ലുന്ന എന്തിനാണ്? ഇപ്പോൾ അവിടെ 2-3 പേര്, ഒരാൾ ഉണ്ടാക്കുന്നു, ഒരാൾ അരിയുന്നു, അങ്ങനെ 4 പേര് അവിടെ നിന്ന് പിന്നെ രേണു അവിടെ എന്തെങ്കിലും പറയുമ്പോൾ മാത്രം പച്ചമുളക് അരിഞ്ഞു കൊടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി ഇടയ്ക്കിടയ്ക്ക് വായിൽ എന്തോ എടുത്ത് തെച്ച് ചവയ്ക്കുന്നു, വായിൽ കൈയിടുന്നു, പല്ലിനകത്ത് കൈ കൊണ്ട് കുത്തുന്നു, തല ചൊറിയുന്നു. ഇതൊക്കെ ഇവിടെ കാണുന്നതാണ്, ബിഗ് ബോസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നടക്കുന്നത്. അപ്പം എന്നിട്ട് ചേച്ചി രേണു ചേച്ചി 2 പച്ചമുളക് അരി എന്ന് രണ പറയുന്നു. അപ്പോൾ അത് അരിഞ്ഞു കൊടുക്കുന്നു, പിന്നെ എന്തോ വായിലോട്ട് കയറ്റുന്നു, തല ചൊറിയുന്നു. ഇത് തന്നെ അവസ്ഥ. ഇതൊക്കെ ആര് കഴിക്കുമെന്നത് ആലോചിക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുന്നു. എൻ്റെ ദൈവമേ. എന്തായാലും അവിടെ ബാക്കിയുള്ള ഓരോറ്റ ആൾക്കാർ ആ പാതകത്തിൻ്റെ മുന്നിൽ വന്നതെന്ന് ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാനും അവരെ ആ കുക്ക് ചെയ്യാതിരിക്കാൻ ഒരു തരത്തിലും അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല കുക്ക് ചെയ്യുന്നവരെ. എന്തുകൊണ്ടാണ് അനുമോൾ ഈ ഒരാഴ്ച കുക്ക് ചെയ്തപ്പോൾ ഇവരെല്ലാവരും കൂടി തള്ളിക്കയറിച്ച് ഇത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? ഓരോരുത്തർക്കും ഇപ്പോൾ ഒരാൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരാൾ അരിയുക, ഒരാൾ പച്ചക്കറി അരിയുക, ഒരാൾ അരി എടുത്തു കൊടുക്കുക, ഇങ്ങനെ ചെയ്താൽ പോരെ? എന്തിനാണ് ഈ വഴക്കിനില്ല? ഈ രണ ഫാത്തിമ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വഴക്കിൻ്റെ ആദ്യത്തെ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ വരും അക്ബർ. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് അവിടെ അങ്ങ് വളരെ യുദ്ധക്കളമാക്കുകയാണ്. അപ്പോൾ അവരറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്താണ്ട് അനുമോൾക്ക് നെഗറ്റീവ് ആക്കാൻ നോക്കണം. പക്ഷേ അനുമോൾ നെഗറ്റീവ് അല്ല, ഇതനുസരിച്ച് അനുമോൾ പോസിറ്റീവ് ആയിക്കൊണ്ടേയിരിക്കുമല്ലേ? അതല്ലേ ഇവിടെ കാണുന്നത്. ഇവർ കാണിക്കുന്ന ഇതനുസരിച്ച് അനുമോൾ പോസിറ്റീവ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നീട് അനുമോൾ ഇപ്പോൾ കുറച്ച് നേരത്തെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ പോയിട്ട് അവിടെ ഇരുന്ന 2 ദോശ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ തണുത്ത ഒരുമാതിരി ആയതാണ്. ആ ദോശ എടുത്ത് വെച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. കഴിച്ച് കഴിഞ്ഞിട്ട് അനുമോൾ അങ്ങോട്ട് പോയി അവിടെ ഇരിപ്പുണ്ട്, ഒരുങ്ങുന്ന സ്ഥലത്ത് പോയി ഇരിപ്പുണ്ട്. എന്തൊക്കെയോ അവിടെ പിന്നെ ഷെൽഫിനകത്തൊക്കെ ഓരോന്നൊക്കെ എടുത്ത് വെക്കും. ഇനി എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് പാത്രം കഴുകുന്ന ജോലിയല്ലേ, പാത്രം കഴിയാൻ മതിയല്ലോ, അപ്പോൾ പോയി കഴുകുക, അത്രയേ ഉള്ളൂ. കൂടുതൽ എന്ന് പറഞ്ഞാൽ അനുമോളെ ഒരുപാട് പേര് ചൊറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അനുമോൾ മറുപടി പറയുന്നില്ല. മറുപടി പറഞ്ഞാൽ അനുമോൾ പറഞ്ഞ ഒരു ഡയലോഗ് കറക്റ്റാണ്, ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്പേസ് കിട്ടും, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഒരു മറുപടിയും പറയുന്നില്ല, ഇതെവിടം വരെ എത്തുമെന്ന് അറിയട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് ഗായ്സ്. അപ്പോൾ ഈ കണ്ടല്ലോ, ഈ ഒരു നമ്മുടെ ജിസേൽ റാണിയുടെ പാവാട വള്ളിയിൽ തൂങ്ങുന്ന കുറേ മുണ്ണ വാഴകൾ അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നത്. 2 പേരും കൂടി അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ജിസേൽ വാഴ അവിടെ കിടന്നു കൊടുക്കുന്നു. അവളുടെ മടിയിലോട്ട് ഒരുത്തൻ കാല് വെച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നോ, എന്തുകൂടെ ഇത് ചുമ്മാ 60+ എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിനെക്കാട്ടി വലിയ വൃത്തികേടായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഇതൊക്കെ ലൈവിൽ കാണാമെങ്കിൽ ഇതിൻ്റെയൊക്കെ 1000 മടങ്ങ് വളരെ മോശമായിട്ടുള്ള കാര്യമായിരിക്കും കാണിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കേസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് പുറത്തേക്ക് വിടാൻ ബിഗ് ബോസ് സങ്കോചപ്പെടുന്നതാണ്. അതാണ് ഗൈസ് കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അറിയിക്കുക, അതുപോലെ തന്നെ ലൈക്കും. ഓക്കെ.